പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ഈ വർക്കുകളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. 36-ാമത്തെ പേജിലെ ഈ വർക്കുകൾ ചെയ്യണം എല്ലാവരും. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരേ തരത്തിലുള്ള 7 പേനയുടെ വില 98 രൂപ. ഒരു പേനയുടെ വില ഹരിച്ചാൽ മതി. 98നെ 7 ഹരിക്കുക, എല്ലാവർക്കും അറിയാം. അമൽ കടയിൽ നിന്ന് 6 നോട്ട്ബുക്ക് വാങ്ങി, എല്ലാറ്റിനും ഒരേ വിലയാണ്. 100 രൂപ കൊടുത്തപ്പോൾ കടക്കാരൻ 4 രൂപ തിരിച്ചു കൊടുത്തു ഒരു നോട്ട് ബുക്കിൽ. അപ്പം 100 റുപ്യ കൊടുത്ത് 4 റുപ്യ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്കിന് എത്ര വിലയായി? 100-ന്ന് 4 കുറച്ചാൽ അത്ര വിലയാണ് നോട്ട് ബുക്കിനായി. 4 റുപ്യ തിരിച്ചു കൊടുത്താണ്. അപ്പം ബാക്കിയുള്ളതിനെ 6 നോട്ട് ബുക്കാണ് വാങ്ങണത്. അപ്പോൾ ഒരു നോട്ട് ബുക്കിൻ്റെ വില കിട്ടാൻ 4 കുറച്ച് കിട്ടുന്നൊരു ഉത്തരം ഉണ്ടാവും. അതിനെ 6 കൊണ്ട് ഹരിച്ചാൽ മതി. അടുത്ത് വോളിബോൾ പരിശീലനത്തിൽ 96 കുട്ടികൾ പങ്കെടുത്തു. 8 പേർ വീതമുള്ള കൂട്ടങ്ങൾ. അപ്പം 96-നെ 8 പേർ വീതമുള്ള കൂട്ടങ്ങളാക്കി ആകെ എത്ര കൂട്ടങ്ങൾ ഉണ്ടാവുന്നു? അപ്പോൾ 96-നെ എന്ത് ചെയ്യും? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ ഒരു മൈതാനത്തിൽ കുറേ ഓട്ടോറിക്ഷകളും കാറുകളും നിർത്തിയിട്ടില്ല. വാഹനങ്ങൾക്ക് 100 ചക്രങ്ങളുണ്ടെന്ന് നന്ദു പറഞ്ഞു. ഓട്ടോറിക്ഷകൾ 12 എണ്ണം ഉണ്ടെന്ന് റിയാസ് പറഞ്ഞു. കാറുകൾ എത്ര? അപ്പോൾ ഓട്ടോറിക്ഷകൾ 12, ആകെ 100 ചക്രം. അതിൽ ഓട്ടോറിക്ഷകൾ 12 ആണെങ്കിൽ ഓട്ടോറിക്ഷകളുടെ ചക്രങ്ങളെ എണ്ണം കിട്ടണമെങ്കിൽ 12-നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 3 12. ഒരു ഓട്ടോറിക്ഷയ്ക്ക് 3 ചക്രമാണ്. അപ്പോൾ 12-നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര ചക്രം ഉണ്ടെന്ന് കിട്ടും. പിന്നെ ബാക്കിയുള്ളതൊക്കെ കാറിൻ്റെ ചക്രങ്ങളാണ്. അപ്പം 3 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന ഉത്തരത്തെ 100-ൽ നിന്ന് കുറയ്ക്കുക. 100-ൽ നിന്ന് കുറച്ചാൽ ബാക്കിയുള്ളതൊക്കെ കാറിൻ്റെ ചക്രങ്ങളാണ്. അപ്പം അതിനെ ഒരു കാറിന് 4 ചക്രമാണ്. ബാക്കിയുള്ള കിട്ടുന്ന ചക്രങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ എന്ത് ചെയ്യും? എത്ര കാറുണ്ട് എന്ന് കിട്ടും. ഇതൊക്കെ നിങ്ങൾ സ്വന്തം കണ്ടെത്തേണ്ടതാണ്. ഞാൻ പിന്നെ ഇങ്ങനെ അവസ്ഥയിലായതുകൊണ്ട് ഓൺലൈനിലായതുകൊണ്ട് പറഞ്ഞുതരാണ്. ഒരു സ്കൂളിൽ ആൺകുട്ടികളുടെ യൂണിഫോം വിതരണത്തിന് 76 മീറ്റർ വീതമുള്ള 8 ചുറ്റ് തുണി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കുട്ടിക്ക് 4 മീറ്റർ തുണി. അപ്പോൾ ഒരു കുട്ടിക്ക് 4 മീറ്ററാണ്. 76 മീറ്റർ വീതമുള്ള 8 ചുറ്റുണ്ട്. ഒരു ചുറ്റ് തുണി കൊണ്ട് എത്ര പേർക്ക് യൂണിഫോം കൊടുക്കാം? ഒരു ചുറ്റ് തുണി പറഞ്ഞാൽ 76 മീറ്ററാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് 4 മീറ്റർ. അപ്പോൾ 76-നെ 4 കൊണ്ട് ഡിവൈഡ് ഹരിച്ചാൽ എന്ത് ചെയ്യും? എത്ര കുട്ടികൾക്ക് ഒരു ചുറ്റ് കൊണ്ട് യൂണിഫോം കൊടുക്കാമെന്ന് കിട്ടും. അങ്ങനത്തെ 8 ചുറ്റി തുണി കൊണ്ട് എത്ര പേർ? അപ്പം കിട്ടുന്ന ഉത്തരത്തെ 8 കൊണ്ട് ഗുണിച്ചാൽ ഒരു ചുറ്റിൽ എത്ര കുട്ടികൾക്ക് എന്ന് കിട്ടിയാൽ ആ ഉത്തരത്തെ 8 കൊണ്ട് ഗുണിച്ചാൽ 8 ചുറ്റുകൊണ്ട് എത്ര ആൺകുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ളത് കിട്ടും. ഈ വർക്കുകളാണ് എത്രയും പെട്ടെന്ന് എല്ലാവരും ചെയ്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയക്കുക.